ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് 15-ാം ദശകം, നാരായണീയത്തിലെ 15-ാം ദശകം ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ദശകം വളരെയധികം ഗഹനമാണ്. നമുക്ക് മനസ്സിലാക്കാൻ തന്നെ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അത്രയ്ക്ക് ഭക്തിയോഗത്തെക്കുറിച്ചും മോക്ഷം എങ്ങനെയാണ് നേടുക എന്നതിനെക്കുറിച്ചുമൊക്കെ കപിലന്റെ രൂപത്തിലുള്ള ഭഗവാൻ തന്നെ തൻ്റെ അമ്മയ്ക്ക് ദേവഹൂതിക്ക് ഉപദേശം നൽകുന്ന രീതിയിലാണ് ഇതിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ. അത് എല്ലാ മുമുക്ഷുക്കൾക്കും വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. 15-ാം ദശകത്തിലെ ആദ്യ ശ്ലോകം. മതിരിഹ ഗുണസക്താ ബന്ധകൃത്തേഷ്വസക്താ ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാദീഹി. ഈ 4 വരിയുള്ള ശ്ലോകത്തിൽ 4-ാമത്തെ വരി കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാദീഹി എന്നാണ് എല്ലാ ശ്ലോകങ്ങളിലും ഉള്ളത്. അതായത് കപിലന്റെ രൂപത്തിലുള്ള ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു എന്ന്. സാഖ്യ സൂത്രങ്ങളാണ് ഈ ദശകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭക്തിയോഗം ചേർന്ന രീതിയിലാണ് ഇവിടെ സാഖ്യശാസ്ത്രം പ്രതിപാദിക്കുന്നത്. സാഖ്യ സൂത്രങ്ങളിൽ കാണുന്ന മാതിരിയിൽ ഉള്ള നിരീശ്വര സാഖ്യമല്ല. അതുകൊണ്ട് ഒന്നാമതായി മോക്ഷഹേതുവായ ഭക്തിയെ തന്നെ ഉപദേശിച്ച് തുടങ്ങുകയാണ്. സത്വ, രജ, തമസ് എന്നീ 3 ഗുണങ്ങളുടെ പരിണാമങ്ങളായ സ്രക്ചന്ദനാദി വിഷയങ്ങളിലുള്ള ആശയാണ് സംസാര ബന്ധത്തിന് കാരണം. ശക്തി ഇല്ലാതായാൽ മുക്തി കിട്ടും. ശക്തി ഇല്ലാതാവാനുള്ള മാർഗമാണ് ഭഗവത് ഭക്തി. ആ ഭക്തിയാകട്ടെ ജ്ഞാനികളായ ജനങ്ങളുടെ സേവ കൊണ്ടും സംസർഗം കൊണ്ടും സിദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഭക്തന്മാരും ജ്ഞാനികളുമായ ജനങ്ങളുടെ സേവയാണ് മോക്ഷമാർഗത്തിലെ ആദ്യത്തെ പാദന്യാസമെന്ന് പുത്രവത്സലയായ അമ്മയ്ക്ക് നിന്തിരുവടി തത്വോപദേശം ചെയ്തു തുടങ്ങുകയാണ്. അതായത് മുക്തി നേടാനായിട്ടുള്ള ആദ്യ പാദം എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും പറയില്ലേ, സത്സംഗം, നല്ല ആളുകളുമായിട്ടുള്ള സംഘം, അത് തന്നെ നമുക്ക് മോക്ഷപ്രദമാണ്. പല ഇതുപോലെയുള്ള തത്വോപദേശങ്ങൾ നടത്തുന്ന സ്ഥലത്തും ഭക്തന്മാരുടെ ഇടയിലും ഒക്കെ വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ആ രീതിയിലേക്ക് പോകും എന്നാണ് ചുരുക്കമായി പറയുന്നത്. മതിരിഹ ഗുണസക്ത ബന്ധകൃത് തേഷ്വസക്ത ത്വമൃതകൃതുപുരന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ
കപിലതനുരിതിത്വം ദേവഹുത്യൈനഗാദീഃ. ഇന്ന് 15-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവി ഹൃദവി ദശാക്ഷീ പുരുഷ പഞ്ചവിംശഃ ഇതി വിദിതവിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരിതിത്വം ദേവഹുത്യൈനഗാദീഃ. പ്രകൃതി പുരുഷ വിവേകം മോക്ഷഹേതുവാകുന്നു. പ്രകൃതിയെയും അതിൻ്റെ കാര്യങ്ങളായ വികാരങ്ങളെയും പുരുഷനിൽ നിന്ന് പൃഥക്കായി വേറിട്ട് ഗ്രഹിച്ചാൽ പുരുഷന്റെ നിർഗുണാവസ്ഥ അനുഭവപ്പെടുന്നതാണ്. പിന്നെ ഗുണസംഘം കൊണ്ട് ഉണ്ടാവുന്ന സംസാരബന്ധം ഉണ്ടാകുകയില്ല. അതിനായി പ്രകൃതിയുടെയും തദ്വികാരങ്ങളുടെയും സ്വരൂപജ്ഞാനം ആവശ്യമാണ്. ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് മൂല പ്രകൃതി. അതിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് മഹത്തത്വം മുതലായവ. നമുക്ക് മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ്. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളുടെ സൂക്ഷ്മാവസ്ഥയാണ് പഞ്ച തന്മാത്രകൾ. അതുപോലെ പൃഥിവി, ആപ്പ്, തേജോ, വായു, ആകാശങ്ങൾ ഇവ പഞ്ചഭൂതങ്ങൾ. ഇതെല്ലാം പലർക്കും അറിയാമായിരിക്കും. ഘ്രാണ രസന ചക്ഷു ശ്രോത്ര ത്വക്കുകൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ് അല്ലേ. നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി മുതലായവ ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്, പാണി, പാദ, പായു, ഉപസ്ഥം ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ. അതുപോലെ മനസ്സ്. ഇങ്ങനെ മൂല പ്രകൃതി കൂടാതെ 23 തത്വങ്ങൾ ഉണ്ട്. ഇവയിൽ നിന്നെല്ലാം വ്യതിരിക്തനും നിർലേപനുമാണ് പുരുഷൻ. ഇങ്ങനെയുള്ള തത്വങ്ങളുടെ വിഭാഗജ്ഞാനത്താൽ മോക്ഷം സിദ്ധിക്കുമെന്ന് സാഖ്യ സിദ്ധാന്ത പ്രകാരം പറയുന്നു. സാഖ്യയോഗം പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യവി ഹൃദവി ദശാക്ഷീ പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരിതിത്വം ദേവഹുത്യൈനഗാദീഃ. ഇന്ന് 3-ാമത്തെ ശ്ലോകം. പ്രകൃതി ഗതഗുണൗഘേർനാജ്യതേ പുരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈഃ സാപ്യഭേയാത് കപിലതനുരിതിത്വം ദേവഹുത്യൈനഗാദീഃ. അയം പുരുഷഃ അസംഗനായ നിസ്സംഗനായ ആത്മാവ് പ്രകൃതിഗത ഗുണൗഘൈഃ പ്രകൃതിയിലും തത്കാര്യങ്ങളിലും ഉള്ള ധർമ്മങ്ങളുടെ സമൂഹത്താൽ ന അജ്യതേ ലിപ്തനാകുന്നില്ല. അതായത് വാസ്തവത്തിൽ ഗുണങ്ങളുടെ സ്പർശമില്ലാത്തവനാണ് പുരുഷൻ. എങ്കിലും പ്രകൃതി കാര്യങ്ങളിലുള്ള ഗുണങ്ങളെ, അതായത് ആഗ്രഹങ്ങൾ മുതലായ ഗുണങ്ങളെയും കർത്തൃത്വം ഭോക്തൃത്വം മുതലായ ധർമ്മങ്ങളെയും തന്നിൽ ആരോപിക്കുമ്പോൾ സംസാരിയായി ചമയുന്നു അല്ലേ. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ നേർക്ക് വരുമ്പോൾ
നമ്മളൊരു ലൗകിക ജീവിതത്തിന് വശംവദനാകുന്നു. പ്രകൃതി ധർമ്മങ്ങളുടെ പൃഥക് ഗ്രഹണമില്ലായ്മ കാരണം ഉണ്ടാകുന്ന ഐക്യഭ്രമം പുരുഷന് ബന്ധമുണ്ടാക്കുന്നു. ഈശ്വരധ്യാനം, ശ്രവണ മനനാദിരൂപമായ ആത്മസ്വരൂപ ചിന്തനം ഇവയാണ് ബന്ധനിവർത്തിക്ക് ഉപായം. അതുകൊണ്ട് ആ മാർഗങ്ങളെ മുമുക്ഷുക്കൾ ആശ്രയിക്കേണ്ടതാണ് എന്ന് സാരം. പ്രകൃതിഗത ഗുണൗഖൈർ രാജ്യതേ പുരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാംസ്തം തം ഭജേരൻ മദനുഭജന തത്വാലോചനൈഃ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നിഗാതീഃ. 15-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. സാഖ്യയോഗത്തിൽ പറയുന്ന നിർഗുണ ഭക്തി അല്ലെങ്കിൽ നിർഗുണ രൂപത്തെ ധ്യാനിക്കുന്നതിന് പകരം സഗുണരൂപ ഭക്തിയോഗമാണ് എളുപ്പം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമലമതിരുപാത്തൈരാസനാന്തൈർമദംഗോ ഗരുഡ സമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാതീഃ. അസാധ്യമായ നിർഗുണ ഭക്തിക്ക് പകരം അല്ലെങ്കിൽ നിർഗുണ ഭക്തിക്ക് ഉപകരിക്കുന്ന സാധന ഭക്തിയെ ആദ്യമായിട്ട് തന്നെ ഉപദേശിക്കുകയാണ്. ആരംഭദശയിൽ ഭഗവാന്റെ സഗുണ വിഗ്രഹത്തെയാണ് ധ്യാനിക്കാൻ എളുപ്പം. അതായത് നമ്മൾ പല ഭാഗങ്ങളിലും ഭഗവാന്റെ ആ ഭംഗിയുള്ള രൂപം അല്ലേ, സൂര്യസ്പർദ്ധി കിരീടം അതുപോലെ ഉള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞത് പ്രകാരം കൗസ്തുഭം, വനമാല മുതലായവ കൊണ്ടും ചക്രാദി ദിവ്യായുധങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും തമാല ശ്യാമളവും ഗരുഡാരൂഢവുമായ ഭഗവത് രൂപത്തിൽ സമാധി ഉറപ്പിക്കാൻ യത്നം ചെയ്യണം. നമ്മൾ ആ രൂപത്തിൽ ആദ്യം നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കി വയ്ക്കുക. യമ നിയമാദികളായ യോഗാംഗങ്ങൾ ചിത്തശുദ്ധിക്കും സ്ഥൈര്യത്തിനും ഉപകരിക്കുന്നവയാകയാൽ അവയെയും യഥാക്രമം സേവിക്കേണ്ടതാണ്. അങ്ങനെ ഉള്ള യോഗമാർഗവും ഭക്തിക്ക് സഹകാരി സാധനമാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഭക്തിമാർഗത്തെ സ്വീകരിച്ചവൻ കാലക്രമേണ നിർഗുണ ഭക്തി സമ്പാദിച്ച് മോക്ഷം പ്രാപിക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഒന്നുമില്ല പരബ്രഹ്മത്തെ എങ്ങനെയാണ് നമ്മൾ പൂജിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക? അപ്പം അതിന് പകരം ഭഗവാന്റെ ആ സുന്ദരമായ രൂപം നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആദ്യം അതെങ്ങനെ നമ്മൾ സേവിക്കുക. ഈ യമനിയമങ്ങളെന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മൾ കുളി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കി ഭഗവാനെ തന്നെ ധ്യാനിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു ബ്രഹ്മത്തെ അറിയാനായിട്ട് കഴിയും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വിമലമതിരുപാത്തൈരാസനാന്തീർമദംഗം ഗരുഡ സമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം
ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹുത്യൈ നിഗാദീഹി. ഇന്ന് അഞ്ചാമത്തെ ശ്ലോകം. ജ്ഞാനത്തേക്കാൾ ഭക്തിയാണ് എളുപ്പമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈർമയി സുരസരിതോഘപ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാദീഹി. ഇവിടെ ഭക്തിയുടെ ലക്ഷണം, വിഭാഗം, വളർച്ച, ഫലം എന്നിവയെല്ലാം സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നു. സാധന ഭക്തി, സാധ്യഭക്തി എന്നിങ്ങനെ ഭക്തി രണ്ട് വിധമുണ്ട്. അവയിൽ സാധന ഭക്തി എന്നാൽ ഭഗവാന്റെ ഗുണഗണങ്ങളെയും ലീലകളെയും കേൾക്കുക, ശ്രവണത്തോടുകൂടി അങ്കുരിക്കുന്നു. അത് പിന്നീട് കീർത്തനം, നമസ്കാരം മുതലായ പടികളിലൂടെ ക്രമത്തിൽ വളർന്ന് ഒടുവിൽ സാധ്യഭക്തിയായി തീരുന്നു. ആ സാധ്യഭക്തിയുടെ നിർവചനമാണ് നിഷ്കർഷമായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്മരണ, കീർത്തനം മുതലായ 9 സാധനാഭക്തികളുടെ സ്വരൂപം പ്രസിദ്ധമാകിയാൽ അവയുടെ ലക്ഷണം ഇവിടെ പറയുന്നില്ല. അവയെല്ലാം സാധ്യഭക്തിയിലേക്ക് കയറി ചെല്ലാനുള്ള ചവിട്ടുപടികളാണ്. സാധ്യഭക്തിയുടെ ലക്ഷണം തന്നെ ഉദാഹരണം കൊണ്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഗംഗാപ്രവാഹം പോലെയുള്ള ചിത്തവൃത്തി എന്ന് പറഞ്ഞത് ഭഗവാങ്കൽ വിച്ഛേദം കൂടാതെ സ്ഥിരമായി നിൽക്കുന്ന ചിത്തവൃത്തിയാണ് സാധ്യഭക്തിയുടെ ലക്ഷണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാനിലുള്ള അനന്യ വിഷയമായ ചിത്തവൃത്തിയുടെ അവിച്ഛേദമാണ് നിഷ്കൃഷ്ട ലക്ഷണമെന്ന് വന്നുകൂടുന്നു. ഫലേച്ഛ കൂടാതെയുള്ള പ്രേമം എന്നത് സാധനാഭക്തിയിലും കൂടി ആവശ്യമാകയാൽ ആ അംശത്തെ പ്രസ്തുത ലക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ സാധ്യഭക്തി തന്നെ പഞ്ചമ പുരുഷാർത്ഥവും പരമ പുരുഷാർത്ഥവും ആണെന്നുള്ള മതത്തിൽ ജനനമരണ രൂപമായ സംസാരത്തിൻ്റെ ഉന്മൂലനം സാധ്യഭക്തിയുടെ ഫലമായിട്ടല്ല, അത് നേടിയ ഏകാന്ത ഭക്തൻ്റെ സ്ഥിതിയുടെ വർണ്ണനമായിട്ടാണ് വിചാരിക്കേണ്ടത്. സാധ്യഭക്തി, സാധനാഭക്തി ഇതൊക്കെ വളരെ ജ്ഞാനപ്രദമാണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ നിങ്ങൾ സ്തുതിക്കുക. ഗംഗാപ്രവാഹം പോലെ നമ്മുടെ മനസ്സ് വ്യതിചലിച്ചാലും അല്ലേ, നമ്മൾ നാമം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് പല സ്ഥലത്തും പോവാം. നമ്മുടെ വിഷമങ്ങളും അതിനിടയ്ക്കൊക്കെ വരികയാണെങ്കിൽ കൂടി അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു ഗംഗാ പ്രവാഹം പോലെ നമ്മൾ മനസ്സിൽ എപ്പോഴും ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലുക. ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഒരു പ്രവൃത്തി എന്ന് വേണം കരുതാൻ. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈർമയി സുരസരിതോഘപ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാദീഹി. 15ാം ദശകത്തിലെ 6ാമത്തെ ശ്ലോകം. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാലീ വിശതിഃ
ഗൃഹസക്തോ യാതനാം മയ്യഭക്തഃ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാദി. ഈ ശ്ലോകത്തിൽ പറയുന്നത് കഷ്ടം തന്നെ. അഹഹ മൈ അഭക്തഃ പ്രതിദിനം ബഹുല ഹിംസാസഞ്ചിതാർത്ഥൈഃ കുടുംബം അനുപുഷ്ണൻ സ്ത്രീജിതഃ ബാലലാലി ഗൃഹസക്തഃ യാതനാം വിശദിഃ. ഭക്തൻ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് മുക്തനായി പരമപദം പ്രാപിക്കുന്നുണ്ട്. അഭക്തനാകട്ടെ, എന്നിൽ ഭക്തിയില്ലാത്തവൻ എന്ത് ചെയ്യുന്നു? കുടുംബാസക്തി കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്യുന്നു, നിരന്തരമായ നരകയാതനയും അനുഭവിക്കുന്നു. അതുകൊണ്ട് ഗൃഹാസക്തിയെ വെടിഞ്ഞ് ഭഗവത് ഭക്തിയെ സേവിക്കുകയാണ് വേണ്ടത്. ഗൃഹത്തിൽ അത്യാസക്തനായി തീർന്നവൻ എന്ത് ചെയ്യും? ഹിംസാരൂപമായ പല പാപങ്ങളും ചെയ്ത് സ്വകുടുംബത്തെ പോഷിപ്പിക്കാൻ പുറപ്പെടും. ഇത് വലുതായ നരക ദുഃഖത്തിന് ഹേതുവാണെന്ന് അയാൾ അറിയുന്നില്ല. അതുപോലെ സ്ത്രീകളുടെ വശീകരണ വിദ്യയ്ക്ക് കീഴടങ്ങി കുട്ടികളെ ലാളിച്ചും വീട്ടുജോലികൾ നോക്കിയും ഭഗവാനെ സ്മരിക്കാതെ നാളുകൾ കഴിക്കുന്നു. കുടുംബ നിരതൻ അവസാനത്തിൽ നരകയാതനയ്ക്ക് മാത്രം പ്രാപ്തനാകുന്നു. അതുകൊണ്ട് ഗൃഹസക്തി വെടിഞ്ഞ് ഭഗവത് ഭക്തി തേടുകയാണ് ഒരു മോക്ഷാർത്ഥി ചെയ്യേണ്ടത്. എന്ന് വെച്ച് കുടുംബം നോക്കണ്ട എന്നല്ല ശരിക്കും പറയുന്നത്. ഇവിടെ വേണം, പക്ഷെ അത് തെറ്റായ മാർഗത്തിലൂടെ ആവരുത്, അല്ലേ? കുടുംബം എന്നത് ഒരു ലൗകിക ജീവിതത്തിലുള്ള കാര്യമാണ്. പക്ഷെ ഭാര്യയെയും മക്കളെയും നോക്കണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയത്തും ഭഗവാനിലുള്ള ആ ഒരു ചിന്ത നമ്മൾ വെടിയരുത്. നല്ല മാർഗത്തിലൂടെ വേണം പണം സമ്പാദിക്കാൻ, കുട്ടികളെ പോറ്റാൻ എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കേണ്ടത്. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാലി വിശദിഃ ഗൃഹസക്തോ യാതനാം മയ്യഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാതി. ഏഴാമത്തെ ശ്ലോകമാണ്. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗലിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദമുഹു മുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാതി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പാപാധിക്യം കൊണ്ട് ഒരു ജീവൻ അനേക വിധത്തിലുള്ള നരകങ്ങളിൽ വീണ് യാതന അനുഭവിക്കുകയും കൃമി കീടാദി ജന്മങ്ങളെടുത്ത് കഷ്ടപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് പാപപുണ്യങ്ങൾ സമമാകുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്, അല്ലേ? നമ്മൾ പറയാറുണ്ട്, പല പുഴുക്കളായും നായ്ക്കളായും അതുപോലെ മൃഗങ്ങളായും ഒക്കെ ജന്മമെടുത്ത് എന്തൊക്കെയോ പുണ്യം ചെയ്തതുകൊണ്ടായിരിക്കാം അവസാനം നമുക്ക് എന്താണ് പാപപുണ്യങ്ങൾ സമമാകുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്. മനുഷ്യ ശരീരത്തെ പ്രവേശിച്ച ഈ ജീവൻ മാതാവിൻ്റെ ഗർഭാശയത്തിലിരുന്ന് പല ദുഃഖങ്ങളും സഹിക്കുന്നു, അല്ലേ? പുറത്ത് വരാൻ പറ്റാതെ അതിനകത്ത് കിടന്ന് നരയിക്കുകയാണെന്നാണ് പറയുന്നത്. അക്കാലത്ത്
ഭഗവാന്റെ മായാപ്രഭാവം കൊണ്ട് ജീവന് പൂർവ സ്മരണയും പശ്ചാത്താപവും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതായത് ഈ ഗർഭാവസ്ഥയിൽ പൂർവജന്മത്തെക്കുറിച്ച് ഈ ജീവന് ഓർമ്മയുണ്ടാവും അത്രേ. അപ്പോൾ ഇനി ഞാൻ ഒരു പാപവും ചെയ്യില്ല എന്നിങ്ങനെ പശ്ചാത്തപിച്ച് അതിനകത്ത് 9 മാസം കഴിയും. മേലിൽ താൻ പാപകർമ്മം ചെയ്യില്ലെന്നും ജീവൻ അപ്പോൾ ദൃഢമായി അങ്ങോട്ട് ഉറക്കുകയാണ്, ഇനി ഒന്നും ഞാൻ ചെയ്യില്ല, പാപമൊന്നും ചെയ്യില്ല. പക്ഷേ ഈ ജീവൻ പുറത്തേക്ക് വരുമ്പോൾ, ബാഹ്യലോകത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഈ പഴയ ജ്ഞാനമെല്ലാം അവൻ മറന്നു പോവുകയാണ്. വിഷയവാസന വീണ്ടും പ്രബലമാകുന്നു. മനസ്സിനും ശരീരത്തിനും ബലമുണ്ടാവുന്ന യൗവനം വരുമ്പോൾ ഭഗവത് ഭജനത്തിന് പുറപ്പെടാതെ പിന്നെയും പഴയ പോലെ പാപകർമ്മങ്ങൾ ചെയ്ത് കുടുംബപോഷണം നിർവഹിക്കാൻ തുടങ്ങുന്നു. കഷ്ടം. ഇങ്ങനെയാണ് മൂഢന്മാരായ ജീവാത്മാക്കൾ സംസാരചക്രത്തിൽ കിടന്ന് ചുറ്റിത്തിരിയുന്നത്. ഭഗവാന്റെ അനുഗ്രഹമുള്ള അല്പം ചില സുഹൃത്തുക്കൾ മാത്രം ഭക്തി കൊണ്ട് ബന്ധമുക്തി സമ്പാദിക്കുന്നു. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗലിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരപീബത മുഹ്യത്തേവ താരുണ്യകാലേ കപിലധനുരിദിത്വം ദേവഹുത്യൈനിഗാദീഹി. പതിനഞ്ചാം ദശകത്തിലെ 8ാമത്തെ ശ്ലോകം. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിബദതി കാലേ ദക്ഷിണാത്വോപഗാമി മയി നിഹിതമകാമം കർമ്മ തൂദക്പദാർത്ഥം കപിലധനുരിദിത്വം ദേവഹുത്യൈനിഗാദീഹി. യാതൊരു ഗൃഹസ്ഥാശ്രമി ധർമ്മകർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് പിതൃക്കളെയും ദേവന്മാരെയും യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കുന്നവനായിരിക്കുന്നുവോ അവനും ദക്ഷിണമാർഗമെന്ന് പറയുന്ന ധൂമാതി മാർഗത്തെ ഗമിച്ചവനായി സുഹൃതം അനുഭവിച്ചു തീരുമ്പോൾ മനുഷ്യലോകത്തിലേക്ക് വീഴുന്നു. എന്നിൽ സമർപ്പിക്കപ്പെട്ടതും ഫലേച്ഛാരഹിതവുമായ കർമ്മം മാത്രം അർച്ചനാദി മാർഗം എന്ന് പറയുന്ന മോക്ഷത്തിലേക്കുള്ള മാർഗം നയിക്കുന്നതാകുന്നു ഈ അർച്ചനാദി മാർഗം എന്ന് ഭഗവാൻ ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തു. അതായത് കർമ്മികളിൽ തന്നെ സകാമമായി കർമ്മം ചെയ്യുന്നവർ എന്തൊക്കെയോ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നവർ ധൂമാതി മാർഗത്തിലൂടെ ചന്ദ്രലോകാദികളെ പ്രാപിക്കുകയും സുഹൃതഫലം അനുഭവിച്ചു കഴിയുമ്പോൾ അവിടെ ഇരുന്ന് വീണ്ടും ഭൂമിയിലേക്ക് വന്ന് ജനന മരണ രൂപമായ സംസാര ചക്രത്തിൽപ്പെട്ട് ചുറ്റിത്തിരിയുന്നു. എന്നാൽ നിഷ്കാമകർമ്മം ചെയ്യുന്നവർ, നിഷ്കാമമായി ഈശ്വരനെ ധ്യാനിക്കുന്നവർ, അങ്ങനെയുള്ള കർമ്മയോഗികൾ മാത്രം അർച്ചിരാദി മാർഗങ്ങളിലൂടെ ബ്രഹ്മലോക പ്രാപിക്കുകയും ആ വഴിക്ക് ക്രമമുക്തിക്ക് അർഹരാവുകയും ചെയ്യുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കം. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിബദതി കാലേ ദക്ഷിണാത്വോപഗാമി മയി നിഹിതമകാമം കർമ്മ
തൂതപദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാദീഹി. ഇന്ന് 15-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ്. ഇതി സുവിദിതവേദ്യം ദേവഹേ ദേവഹൂതിം കൃതനോതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഘൈഃ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യം. അല്ലയോ ദ്യോതനശീലനായ ഭഗവാനെ, ഈ വിധം ഭഗവാന്റെ ഉപദേശം കൊണ്ട് നന്നായി ഗ്രഹിക്കപ്പെട്ട ആത്മതത്വങ്ങളും നിന്തിരുവടിയുടെ സ്തുതിയെ ആവർത്തിക്കുന്നവളുമായ ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് യോഗി സമൂഹത്തോട് ഒരുമിച്ച് അവിടെ നിന്നും യാത്രയായി. അനന്തരം നിർമ്മലമായ മനസ്സോടുകൂടിയ അവിടുത്തെ മാതാവായ ദേവഹൂതി ഭക്തിയോഗം ഹേതുവായിട്ട് മോക്ഷം പ്രാപിച്ചു. അവിടെ നിന്നും പൂർവോത്തര ദിക്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഇപ്പോഴും വർത്തിക്കുന്നു. ഭഗവാന്റെ അവതാരമായി തന്നെയാണ് കപിലന്റെ ജന്മത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. എന്തിനാണ് കപിലൻ ജനിച്ചത് എന്ന് വെച്ചാൽ തത്വോപദേശം നന്നായി ലോകത്തിന് നൽകാനാണ്. അത് അമ്മയ്ക്ക് ഉപദേശിച്ചതുപോലെ, അമ്മയോട് ഉപദേശിച്ചത് ലോകത്തോട് ഉപദേശിച്ച പോലെ തന്നെയാണ്. അങ്ങനെ ആ ഉപദേശങ്ങളെല്ലാം നൽകി അദ്ദേഹം യാത്രയായി. അമ്മയാണെങ്കിലോ ഭക്തിയോഗം സ്വീകരിച്ച് മോക്ഷവും നേടി. നിന്തിരുവടിയാകട്ടെ ലോകഹിതത്തിനായി ഈശാന ദിക്കിൽ തപസ് ചെയ്തുകൊണ്ട് ചിരഞ്ജീവിയായി പ്രകാശിക്കുന്നു. ഇതി സുവിദിതവേദ്യം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഘൈഃ വിമലമതിരഥാസൗ യോഗി ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യം. പതിനഞ്ചാം ദശകം അവസാനിക്കുകയാണ്. ഇത് അവസാനത്തെ ശ്ലോകമാണ്, 10-ാമത്തെ ശ്ലോകം. പരമ കിമു ബഹൂക്ത്യാ ത്വത്പദാംഭോജഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയ ആമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധത്സ്വ ഭക്തിം. ഇങ്ങനെയുള്ള തത്വോപദേശങ്ങളെല്ലാം ചെയ്യുന്ന നിന്തിരുവടി തന്നെ ആണല്ലോ സർവ ദുഃഖ നിവർത്തിക്കും സർവ അഭീഷ്ടപ്രാപ്തിക്കും സുഖമാർഗമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഭക്തി ഒന്നു മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബാധകളെല്ലാം തീർത്ത് നിന്തിരുവടി എനിക്ക് ദൃഢമായ ഭക്തിയെ ഉണ്ടാക്കിത്തരണമേ. തത്വജ്ഞാന മാർഗത്തേക്കാൾ
എളുപ്പമാണ് ഭക്തിമാർഗം എന്നുള്ള സാരം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഭക്തകവി കപിലോപദേശ സംഗ്രഹ രൂപമായ ഈ ദശകത്തിൽ ഭക്തിമാർഗം കൊണ്ടുചെന്ന് ഉപസംഹരിച്ചിരിക്കുന്നത്. ഭഗവത് അനുഗ്രഹമില്ലാത്തവന് ജ്ഞാനം പോലും ഫലപ്രദം ആകയില്ലെന്ന് ചുരുക്കം. അപ്പോൾ ഭഗവാനെ ധ്യാനിക്കണമെങ്കിൽ കുറച്ചെങ്കിലും നമുക്കൊരു ആരോഗ്യം വേണമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കിത്തരണേ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത്. നമ്മളും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പരമ കിമു ബഹൂക്ത്യ തത്പദാംഭോജ ഭക്തിം സകല ഭയ വിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാതൽസ്വ ഭക്തിം. ഭഗവാനേ കൃഷ്ണ, അവിടുന്ന് എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ.